മല്ലൂസ് വ്ലോഗ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മല്ലൂസ് വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികളും വ്യത്യസ്ത കാഴ്ചകളും തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിൽ ഏലം കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിൽ ഏലം കൃഷി ചെയ്യുന്ന ചൊക്രമുടിയുടെ മടിത്തട്ടിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങിലേക്കാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കാണണമെങ്കിൽ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മാറി എന്ന് നോക്കണം. നിങ്ങൾ ആ കാഴ്ച കാണിച്ചു. ഭയങ്കര ഗായനാണോ? അടിക്കോ? പുലരിത്തൂ മഞ്ഞത്തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞത്തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. നീ ഇങ്ങനെ തുടർന്നുള്ള യാത്രയിൽ ഇതേപോലത്തെ പാട്ടുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ.
പാട്ട് വേണം, പാട്ടില്ലെങ്കിൽ വേണം. പാട്ടില്ലെങ്കിൽ എന്നാ രസമുള്ളേ. ഇപ്പോഴത്തെ പോലെയല്ല, നല്ല അടിച്ചുപൊളി പാട്ട് പാടുന്ന മോനെ. മൂടിനങ്ങ് പാടി. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കിനി ഒരു 30 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാറിന് പോകാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ ഉടുമ്പൻചോല നേരെ പൂപ്പാറ, ആനയിറങ്കൽ വഴി പ്രകൃതി സൗന്ദര്യമൊക്കെ കൂടുതലായിട്ട് ആസ്വദിച്ച് പോകാം. അല്ലെങ്കിൽ ചെമ്മണ്ണാർ വഴി, അതായത് ഉടുമ്പൻചോലയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ചെമ്മണ്ണാർ വഴി നമുക്ക് മൂന്നാറിലെത്താം. പോകുന്ന വഴിക്കാണ് ഈ രാജകുമാരി പള്ളി നമ്മൾ കാണുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് രാജകുമാരി പള്ളി. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ തീർത്ഥാടനത്തിനായി എത്തുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളി. കുടിയേറ്റ കാലത്തോളം ചരിത്രമുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. 1950കളിൽ ഇങ്ങോട്ട് കുടിയേറ്റം ആരംഭിച്ചതിന് ശേഷം അന്നുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് 1955 ഈ പള്ളി ഇവിടെ ആരംഭിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 1982 ഈ പള്ളിയെ മരിയൻ ജൂബിലി പ്രമാണിച്ച് ഹൈറേഞ്ചിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴിവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനം നടത്തുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ നമ്മൾ രാജകുമാരി പള്ളിയൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് കാട്ടുപോത്തുകളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ബൈസൺ വാലി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. നമ്മുടെ യാത്ര ഏകദേശം ചക്രമുടിയോട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ കാണുന്നതാണ് ചക്രമുടി, മഞ്ഞ് മൂടി കിടക്കുന്ന, മേഘം വന്ന് മറഞ്ഞു കിടക്കുന്നതാണ്. ആ മുകളിൽ കാണാൻ തോന്നുന്നു. നമ്മളുടെ യാത്ര ഇന്ന് അവിടെയാണ് അവസാനിക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 7200 അടി ഉയരത്തിൽ കിടക്കുന്ന ഒരു പർവ്വതം. സഖ്യപർവ്വത സാനുക്കളിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളിലൊന്നായ ചക്രമുടിയാണ് നമുക്ക് പിന്നിലുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ വിഷ്വൽ കിട്ടത്തില്ല, കാരണം അവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ചക്രമുടിക്കുള്ള യാത്രാമധ്യയാണ് നമ്മളിപ്പോൾ ഈ ബൈസൺ വാലിയിൽ എത്തിയത്. ഇവിടെ എത്തിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് സൗണ്ട് കേൾക്കത്തില്ലായിരിക്കും നിങ്ങൾക്ക്, അതുകൊണ്ട് മാസ്ക് കുറച്ച് സമയത്തേക്കൊന്ന് ഒഴിവാക്കണം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനേറിൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിൽ അവരാണ് നമ്മളെ വഴികാട്ടിയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. മനേട്ട് അവരെ ഒന്ന് വിളിക്കാം. ഷിബു ചേട്ടാ, മനേറിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. മനേറിനെ അവരെ ഒന്ന് പരിചയപ്പെടുത്തും. ഇത് സാംസൺ സാറ്.
നല്ല രസകരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ. ജീപ്പയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു ഫീലെന്ന് പറഞ്ഞോണ്ടല്ലോ, അന്യായ ഫീലാണ്. അത് ലോകത്ത് എവിടെ പോയാലും ഇടുക്കിക്കാരന് ജീപ്പെന്ന് പറയുന്ന സാധനം കണ്ടാൽ പിന്നെ വേണ്ട. അത് ഓഫ് റോഡ് കൂടെ ആണെങ്കിൽ പിന്നെ പറയാൻ പറ്റും. അപ്പം കൂട്ടുകാരെ, നമ്മൾ ചക്രമുടിയിലേക്കുള്ള യാത്രാമധ്യേ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് ഗ്യാപ്പ് റോഡ് അവിടെ ക്ലോസ് ചെയ്തേക്കാണ്. അവിടെ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് അതൊന്ന് കാണണം. നമ്മളൊക്കെ നോക്കിയപ്പം അവിടെ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സെക്യൂരിറ്റി സർവീസിനെ വെച്ച് അവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അവിടെ മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് നോക്കണം. അല്ല അല്ല ഓക്കെ, ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊക്കെ വലിയ പാടാണ് കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താ സംഭവം എന്ന് അറിയണം. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ സങ്കടകരം. മുൻപ് ഇതിലെ വന്നിട്ടുള്ളവർക്കറിയാം, ഗ്യാപ്പ് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും രണ്ടും കൂടെ ചേർന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പാറ പൊട്ടിക്കൽ, അതിൽ നിന്നുണ്ടായ പ്രകൃതി ദുരന്തമാണ് ഈ കാണുന്നത്. മനോഹരമായിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളരെ പക്വമായിട്ട് ചെയ്തിരുന്ന ഒരു റോഡാണിത്. അത് നമ്മളുടെ പുതിയ ടെക്നോളജി വന്ന് കാണിച്ച് വെച്ചേക്കുന്നതാണ്. കണ്ടിട്ട് സഹിക്കുന്നില്ല. ആ വ്യൂസൊക്കെ നോക്കുക. ആ ഈ വഴിയാണത് മൊത്തം ഇടിഞ്ഞ്, അതായത് ശവപ്പറമ്പ് പോലായിപ്പോയി. ലോകത്തിലെ ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വഴി ഗ്യാപ്പ് റോഡ്. അത് പ്രശസ്തമായിട്ടുള്ള ഒരു വഴി. ആ വഴിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ കാണുമ്പം വളരെ സങ്കടം തോന്നുന്നുണ്ട്. ആയിരക്കണക്കിന് വാഹനങ്ങളും 10,000-കണക്കിന് ആളുകളും ദിനം പ്രതി, അതായത് ഇന്ത്യയിൽ നിന്നുള്ളവരും വിദേശത്തു നിന്നുള്ളവരും അടക്കം ഒരു സീസണിൽ ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വഴിയുടെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് പിന്നിൽ കാണുന്നത്. ഇതൊന്നും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതൊന്നും ഇനി ഭാവിയിലേക്ക് പോലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, കോടിക്കണക്കിന് രൂപ. ഒരു കാലത്തും ഈ ഒരു സൗന്ദര്യത്തെ ഇല്ലെങ്കിൽ ആ പ്രകൃതിയെ പഴയൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിലാണ് ഈ അവസ്ഥ. തച്ച് തകർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അവിടെ കാണുന്ന ഇവിടുത്തെ ഈ ഗ്യാപ്പ് റോഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പ് ആയിരുന്നു. കോഫി ഷോപ്പ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. എല്ലാവരും വണ്ടി നിർത്തി. അതെല്ലാം ഈ ഗുഹ ഉണ്ടായിരുന്നു, ഗുഹയൊക്കെ പോയി. ആ ഗുഹ ഇവിടെയായിരുന്നു അല്ലേ, ഈ ഭാഗത്തായിട്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളതും ഒരിക്കലും ഇനി ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് വീണ്ടും പുനർനിർമ്മിച്ചെടുക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത തരത്തിലേക്ക്
ഈ ഗ്യാപ്പ് റോഡ് ഉണ്ടായതിന് പുറയിൽ ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ കഥയുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഈ 99-ലെ വെള്ളപ്പൊക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ 99-ലെ വെള്ളപ്പൊക്കം സത്യത്തിലുണ്ടായത് 1924-ലാണ്. കേരളത്തെ ആകമാനം മുക്കിയ ആ പ്രളയത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 6500 അടി ഉയരമുള്ള മൂന്നാറിലെ കൊണ്ടാണ് ആ വെള്ളപ്പൊക്കം കടന്നുപോയത്. 1902, അതായത് ഇപ്പം നമ്മളെല്ലാം PSCക്കൊക്കെ പഠിക്കുന്നത് റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ് എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ സംവിധാനം ആരംഭിച്ചത് മൂന്നാറിലായിരുന്നു. 1902 ഈ മൂന്നാറിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന തേയിലയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ മറ്റ് പ്രദേശത്തോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുണ്ടളവാലി റെയിൽവേ എന്ന ഒരു പേരിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ റെയിൽവേ സംവിധാനത്തെ അടക്കം തകർത്തുകൊണ്ടാണ് ആ പ്രളയം കടന്നുപോയത്. അതിനെ തുടർന്നാണ് ദേവികുളത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലൂടെ ഗ്യാപ്പ് റോഡ് നിർമ്മിക്കുന്നത്. അത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിൻ്റെ സൗന്ദര്യം അതേപടി നിലനിർത്തിക്കൊണ്ടായിരുന്നു അവരന്ന് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്വാറി പോലെ ഈ പ്രദേശത്തെ ആകമാനം തകർത്തേക്കുവാണ്. കാരണം ഇതൊരു പ്രകൃതി ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനുഷ്യനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇത് പറയാട്ടെ, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഷൂട്ടുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ചൊക്കരമുടി മല, മൂന്നാറിൻ്റെ സൗന്ദര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യൂ പോയിന്റുകൾ, പിന്നെ കുടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കണമെന്നുള്ള സത്യത്തിൽ നമ്മൾ തോന്നുന്നു. പക്ഷേ ഇവിടെ വന്നത് ഇത് കണ്ടതിന് ശേഷം, ഇത് കാണാം, കണ്ടതിന് ശേഷം ഇതിനോട് വൈകാരികമായി അല്ലാതെ പ്രതികരിക്കാതിരിക്കാൻ മനുഷ്യരല്ല. കാരണം അത് മാത്രമല്ല, നമ്മുടെ ഈ ഗ്യാപ്പ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വശങ്ങളിലെ കോഫി ഷോപ്പുകളോ അതേപോലുള്ള കടകളോ കാര്യങ്ങളെല്ലാം നടത്തി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒത്തിരി ആളുകൾ, പാവപ്പെട്ട ആൾക്കാർ, അവരുടെ എല്ലാം ജീവിതമാർഗം നിലച്ചു പോയി വേണം അല്ലേ? ജീവിതമാർഗം മാത്രമല്ല, മൂന്നാറിന്റെ ഭംഗി പോയി. മൂന്നാറെന്ന് പറഞ്ഞാൽ എന്തായത്? പ്രകൃതി ഭംഗിയായിരുന്നു. പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി തിരിച്ച് പണി തരുമെന്ന് ഇത്രയും ഇതിലും നല്ലൊരു തെളിവ് ഇനി കാണാൻ. തീർച്ചയായിട്ടും ഒരു പാറ എന്ന് പറയാൻ പറ്റും. മുകളിൽ നിന്ന് നടന്നു വന്നേക്കുന്നതാണ്, മുകളിൽ നിന്ന് വന്ന ഒരു സാധനമാണ്. വളരെ എന്താ പറയുക, വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെ എങ്ങനെയായിരുന്നെന്നും എന്തായിരുന്നെന്നും ഒക്കെ നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നത് വരെയും ഇത്ര ഭീകരമാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. വന്ന് കണ്ട് ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ അഭിപ്രായം വന്ന് കണ്ടു കഴിഞ്ഞ് പ്രതികരിക്കണം. ഇവിടെ ഇത് പാത്ത് പൊത്തി വെച്ചേക്കായിരുന്നു, ആൾക്കാരെ കയറ്റി വിടാൻ. ആളുകളെ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അവിടെ വന്ന് സമീപവാസികൾ ഉള്ളതുകൊണ്ടാണ് അവരാണ് നമുക്ക് അവരെ അവിടെ ബാധിച്ചാണ് നമ്മളൊന്ന് കയറി വരാനും പറ്റിയത്. എന്താണ് ഇവിടെ സംഭവിച്ചേട്ടാ? അശാസ്ത്രീയമായിട്ടുള്ള പാറപ്പൊട്ടിയിലും അതിനോടനുബന്ധിച്ച് ഇത്രയും വലിയ മണ്ണിടിച്ചിട്ടുണ്ടായത് പുറലോകം അറിയില്ലോ എന്നോർത്ത് സെക്യൂരിറ്റിനെ ഇതിൻ്റെ അകത്തേക്ക് ആളെ കടത്തിയിടാൻ വേണ്ടി സെക്യൂരിറ്റിനെ വെച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് ചാനലുകാരെല്ലാം വന്നു ഇത് സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യത്തിന് ഇവിടെ പാറ എന്തോരം കൂടുതലുണ്ടോ, പാറ ഇത് ഇവിടുന്ന് എന്തോരം തുറന്നെടുത്തുകൊണ്ട് പോകാമോ അങ്ങനെ തുറന്നെടുത്തുകൊണ്ട് പോയി. ഇവർ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ പലയിടത്ത് ഈ കോൺട്രാക്ടർ തന്നെ റോഡ് പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയി പാറയാണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. മാക്സിമം ഇവിടുന്ന് പാറ ഇടിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഭയങ്കരമായ സ്ഫോടനം നടത്തിയാണ് ഇവിടെ. തട്ടുതട്ടായിട്ടുള്ള പാറകളാണ് ഈ പാറയുടെ ഘടന മനസ്സിലാക്കാതുള്ള പാറ. ഇതുണ്ടോ? തീർച്ചയായിട്ടും അതാണ് അശാസ്ത്രീയം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ പാറ കൊണ്ടുപോയി വൻ സ്ഫോടനം നടത്തി പൈസന്മാര് പറഞ്ഞെടുക്കുന്ന. ഗവൺമെന്റിന് എത്ര കോടി രൂപയാണ് നഷ്ടപ്പെട്ടേക്കുന്നത്? എത്ര കോടിയാണ്? എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനപ്പുറത്തേക്കുള്ള ചിന്നക്കനാലൊക്കെ ഭയങ്കര ടൂറിസം മേഖലയാണ്. അവിടെ ടൂറിസം നശിച്ചു പോയില്ലേ? മൂന്നാറിന്റെ ടൂറിസം മേഖല മൊത്തം തകർന്നു. ഇനി ഇതിലെ വരണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങി പൈസന്മാര് കറങ്ങി വേണം. അല്ല, ഇവിടുത്തെ ആളുകൾ, ഇവിടുന്ന് ഇങ്ങോട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന ഈ ഒരു വഴി റോഡ് എന്നുള്ളത് സത്യമായിട്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിലെ വരുമ്പോ ഭയങ്കര ഒരുമാതിരി ഭീതി ജനിപ്പിക്കുന്ന ഒരു ത്രില്ലാണ്. ഒരു ത്രില്ല്. അങ്ങനെയായിരുന്നു ഈ വഴി നിന്നോണ്ടിരുന്നത്. 2 ബസ്സൊക്കെ ഒന്നിച്ച് ഒരെണ്ണം കുറെ റിവേഴ്സ് എടുത്ത് പോകുന്ന ഒരു സാഹചര്യം. വികസനം നല്ലതാണ്, വികസിപ്പിക്കുന്നത്, റോഡിന് വീതി കൂട്ടുന്നതൊക്കെ അത്യാവശ്യം. പക്ഷെ ഇങ്ങനെ ഇതൊരുമാതിരി, അതായത് വരുന്ന തലമുറയോട് എങ്ങനെ ദ്രോഹം ചെയ്യരുതെന്നുള്ളത് മനുഷ്യന് പണത്തിനോടുള്ള കൊതി മൂത്തിട്ട് ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഇല്ലാതാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ളൊരു കാഴ്ച. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ പുതിയൊരു സ്ഥലത്ത് നിന്നും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാത്രമല്ല സൈഡിലത്തെ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കണം. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ